ഗുഡ് ഈവനിങ്. ഇപ്പൊ ഗുഡ് ഈവനിങ് ആയിട്ടോ. ഞാനൊരു ഗ്ലാസ് ചായ കുടിക്കാൻ വന്നതാണ്. ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ചതേ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് പോകേണ്ട ഒരു ചെറിയൊരു ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. വേറെ ഒന്നല്ല, ഇവിടെ നമ്മുടെ ഒരു പാർലർ ഉണ്ട്. സോ നമുക്ക് നെയിൽസ് വെക്കണം. അത് എന്തിനാണ്, ഞാൻ നെയിൽസ് ഇനി വെക്കില്ല എന്നൊക്കെ പറഞ്ഞതായിരുന്നു. എന്നിട്ടും ഞാൻ നെയിൽസ് വെക്കുന്നുണ്ട്. കാരണം ഒന്നല്ല, നമുക്ക് ചെറിയ കുറച്ച് ഫംഗ്ഷനും പരിപാടികളൊക്കെ വരുന്നുണ്ട്. നമ്മൾ നാട്ടിലേക്ക് പോവാണ് നാളെ രാത്രി. നാളെ ഉച്ചയ്ക്ക് നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. അത് കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെയാണ് നമ്മുടെ ഫ്ലൈറ്റ്. നാളെ രാത്രി നമുക്ക് എയർപോർട്ടിലേക്ക് പോകണം. ആ വിശേഷങ്ങളൊക്കെ ഞാൻ എന്തായാലും വഴിയെ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ പറയാം. അപ്പൊ നമുക്ക് പാക്ക് ചെയ്യണം. അതിന് മുന്നേ ഞാൻ ഇവിടെ ഫേക്ക് നെയിൽസ് അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ സമാധാനമായി വീട്ടിലിരുന്ന് പറയാം. അപ്പൊ നമ്മൾ നെയിൽസ് ഒക്കെ വെച്ച് ദേ വന്നു. നിങ്ങൾ വിചാരിക്കട്ടോ ഇനിയും ഞാൻ ഈ നെയിൽസിലേക്ക് കിടക്കുകയാണോ? ഇപ്രാവശ്യം നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ വെച്ച്. കണ്ടോ, സിമ്പിൾ ആയിട്ട് വളരെ നീളം കുറച്ചിട്ടാണ് വെച്ചത്. അപ്പൊ ഇതൊക്കെ വെക്കാൻ ഒരു കാരണമുണ്ട്. എന്താണെന്ന് ഞാനിങ്ങനെ പറയാം. അപ്പൊ ഇനി പറയാനൊന്നുമില്ലതാ, പെട്ടി പാക്ക് ചെയ്യൽ പരിപാടിയിലാണ് കേട്ടോ. അപ്പൊ നാളെ നമുക്കൊരു ഇവന്റ് ഉണ്ട്. അതിനുള്ള ഡ്രസ്സ് ഇതേ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയൊക്കെ റെഡിയാക്കി കസ്റ്റമൈസ് ചെയ്ത് തന്നതാണ്. എനിക്ക് ലെഗ്സ് ത്രെഡ്സ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇൻസ്റ്റാ പേജ് ഉണ്ട്. അപ്പൊ അത് ഞാൻ കൊടുക്കാം അവരുടെ ഇൻസ്റ്റാ പേജിൽ. ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഷോർട്സും വീഡിയോ ഒക്കെ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. എനിക്ക് ഞാൻ വിചാരിച്ച പോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നാളത്തെ ഇവന്റ് എന്ന് പറയുന്നത് ഇവിടെ മുംബൈയിലുള്ള എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ്. അടിപൊളി ഇവന്റ് ആയിരിക്കും. അപ്പം നമ്മൾ എന്നെ ഗസ്റ്റായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. മാളവിക മോഹനാണ് ചീഫ് ഗസ്റ്റ്. ഫിലിം സ്റ്റാർ മാളവിക മോഹനാണ് ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ ഒരു ഡ്രസ്സ് ഞാൻ വെസ്റ്റേൺ ഒന്നും ഇടണ്ട, നോർമലായിട്ടുള്ള അങ്ങനത്തെ ഇടാം, എന്നാലും ഒരു പാർട്ടി വെയർ ലുക്ക് തരണം എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ എടുത്തു വെച്ചത്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നാട്ടിലേക്ക് പോവാണ്. അപ്പൊ ഗോവയിൽ പോയി വന്നിട്ടുള്ള പെട്ടിയൊക്കെ അൺപാക്ക് ചെയ്ത് ഉടനെ തന്നെ പെട്ടി അടുത്തത് പാക്ക് ചെയ്യാറായി. നാളെ തന്നെയാണ് ഇവന്റ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് 5 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പൊ നാളെ ഇവന്റ് എയർപോർട്ടിന്റെ തൊട്ടടുത്തായതുകൊണ്ട് നമ്മൾ ഇവന്റ് രാത്രി വരേണ്ട. അത് കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിൽ തന്നെ ഇരിക്കാനാണ് പരിപാടി. ഹോട്ടലിൽ ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ എയർപോർട്ടിൽ പോവുക. കാരണം പിന്നെ ഇങ്ങോട്ട് വന്ന് പിന്നെയും ഇപ്പോഴാണെങ്കിൽ ചെക്കിൻ കുറച്ച് കൂടുതലാണ്. സെക്യൂരിറ്റി ചെക്കിനൊക്കെ 3 മണിക്കൂർ മുന്നേ വേണം എന്നുള്ള ഒക്കെ ഒരു അവസ്ഥയൊക്കെയാണല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിലൊക്കെ കറക്റ്റ് ടൈമിൽ പോകാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നാളെ തന്നെ ഉച്ചയ്ക്ക് ഇവന്റിലൊക്കെ ഈ പെട്ടിയൊക്കെ പറക്കിയിട്ടാണ് നമ്മൾ പോകാൻ പോണത്. അപ്പോൾ ഇന്ന് തന്നെ എല്ലാം റെഡി ആവണം. ഇപ്പോൾ സമയം നല്ല ലേറ്റായി. ഇതിന് ഒരുപാട് സമയം എടുത്തു. എനിക്കറിയില്ല എന്നിപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ ചെയ്യാൻ. രംഷേട്ടൻ്റെ എല്ലാം കെയർ ചെയ്ത് അടിപൊളിയാക്കി എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. എനിക്കിനി പെട്ടി പാക്ക് ചെയ്യലും കാര്യങ്ങളും കുറച്ച് പരിപാടികളൊക്കെയാണ്. അപ്പം ഇതുകൊണ്ടാണ്, ഈ ഒരു ഇവന്റിന്റെ റീസൺ കൊണ്ടാണ് കേട്ടോ മിത്തുക്കുട്ടി നേരത്തെ പോകാനുള്ള കാരണം. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നേരത്തെ വിടാനുള്ള കാരണം. ഈ ഒരു ഇവന്റ് നമുക്ക് ഇടയിൽ വന്ന് പെട്ടുകൊണ്ട് എനിക്ക് നേരത്തെ പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ മിത്തുവിൻ്റെ കൂടെ 5-ാം തീയതി ഞങ്ങൾ ഒരുമിച്ച് ഗോവയിൽ പോയി വന്നിട്ട് പോകാമെന്നായിരുന്നു പരിപാടി. പക്ഷെ ഇവന്റ് കാരണം എനിക്ക് 10-ാം തീയതി വരെ നിന്നേ പറ്റൂ. അപ്പം ഞാനും രംഷേട്ടനും കൂടെ ഒരുമിച്ച് ഇവന്റ് കഴിഞ്ഞിട്ട് 11-ാം തീയതി നാട്ടിൽ പോകാം എന്നുള്ള ആ ഒരു പ്ലാനാണ്. പിന്നെ മൊത്തത്തിലൊക്കെ അങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടായി. അതുകൊണ്ട് മിത്തു ഇപ്പം നാട്ടിലെത്തി, ഇന്ന് നാട്ടിലെത്തി, അവിടെ അടിച്ചു പൊളിക്കുന്നുണ്ട്. അപ്പം ഞാനിതേ ഇവിടെ പാക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. എല്ലാം ചടപടേന്ന് വേഗം പാക്ക് ചെയ്യട്ടെ. നാളെ ഉച്ചയ്ക്ക് പോകണം നമുക്ക് ഇവിടുന്ന്. അപ്പം ആ നാളെ ഉച്ചയുടെ ഉള്ളിൽ ബാക്കിയുള്ള എല്ലാ പരിപാടികളും വീട്ടിലത്തെ തീർത്തിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ അപ്ഡേറ്റ്സ്, ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. തായ്ലൻഡിൽ നിന്ന് വാങ്ങിച്ച കമ്മല് കാര്യങ്ങളൊക്കെ മിത്തുക്കുട്ടി കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാതെ മിത്തു പോയത്. അപ്പം മിത്തുവിന് കസിൻസിന് കൊടുക്കാനുള്ള കമ്മലും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതൊക്കെ ഞാനാണ് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എടുത്തു വെക്കുകയാണ്. മിത്തുക്കുട്ടിയുടെ കുറച്ച് നാട്ടിലെ ഡ്രസ്സുകൾ, ബാംഗ്ലൂർക്ക് പോകുമ്പോൾ നാട്ടിലെ ഡ്രസ്സുകളൊന്നും കൊണ്ടുവരുന്നില്ല, ചുരിദാർ അമ്പലത്തേക്കൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ ഡ്രസ്സുകൾ അതൊക്കെ എടുത്തു വെക്കണം. സ്വിഗ്ഗി തന്നെ ശരണം. സോ ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് എന്താ പറയുക, വെള്ളപ്പം കുറുമ. രംഷന് വെള്ളപ്പവും ചപ്പാത്തിയും കുറുമി, എനിക്ക് വെള്ളപ്പവും പൊറോട്ടയും കുറുമി, അങ്ങനെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നാട്ടിലെത്തി 2 ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ രംഷയുടെ ശബരിമലയ്ക്ക് പോകണം. അപ്പം എന്നാൽ ഗോവൻ ട്രിപ്പിൽ ഞാനിങ്ങനെ വെജിറ്റേറിയനാന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വെജായോ എന്നല്ല. നമ്മുടെ ഗോവൻ ട്രിപ്പ് കാരണമല്ല, രംഷയുടെ ശബരിമല ട്രിപ്പ് കാരണം നമ്മൾ വെജാണ്. 1 മാസമായിട്ട് വിഷുവിൻ്റെ അന്ന് തുടങ്ങിയതാണ്. അതിപ്പോൾ ചെന്ന് 2 ദിവസം കഴിയുമ്പോഴേക്കും അതായി. അപ്പം ആകെ ഒരു പുകയാണ് പ്രാവശ്യം എന്ന് പറയണത്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇവിടുത്തെ ഇഷ്യൂസും കാര്യങ്ങളും. അപ്പം അതൊരു ടെൻഷൻ ഉണ്ട്. ഇനിയിപ്പോൾ
ദുബായിയുടെ എന്താണ് എയർപോർട്ട് കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പോൾ ഈ ഭാഗമൊന്നും വലിയ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല, ഡെയിലി നമ്മൾ കേൾക്കുന്ന വാർത്തകളും ഒക്കെ ആയിട്ട്. ഈ സമയത്ത് തന്നെ നമുക്കൊരു മനസ്സിനൊരു അല്ലേ ഇങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ അതിർത്തിയിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഒരു വിഷമം ഇത്ര ഒരു സന്തോഷത്തോടു കൂടി പറയാൻ മാത്രമൊന്നുമില്ല. എന്നാലും നാട്ടിലേക്ക് പോണതിൻ്റെ ഒരു ചെറിയ സന്തോഷവും കാര്യങ്ങളൊക്കെ. ഇന്ന് രാത്രി ഉറക്കണ്ടാവും തോന്നുന്നില്ല. ഭക്ഷണം കഴിച്ചിട്ട് വേണം അടുത്ത പാക്കിങ് തുടങ്ങാൻ. ഇപ്പൊ നാളെ പിന്നെ പറയണ്ട, ഞാൻ പറഞ്ഞില്ലേ നാളെ വൈകുന്നേരം 9-9:30 വരെ ഇവന്റ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ രാവിലെ 4-5 മണിക്കാണ് ഫ്ലൈറ്റ്. പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. രാത്രി മുഴുവൻ എയർപോർട്ടിലും ഇവിടെ ആയിട്ട്. കാരണം ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് കാര്യമില്ല, 3 മണിക്കൂർ മുന്നേ ചെക്കിൻ ആകുമ്പോഴേക്കും അങ്ങോട്ട് തന്നെ എത്തണം, ഒരു രക്ഷയില്ല. അപ്പൊ പിന്നെ സമയമുള്ളൂ. അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കാൻ. അപ്പം നാളെ രാത്രി ഉറക്കല്ലേ. എനിക്കറിയില്ല നാട്ടിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ നാട്ടിൽ പോയാലും അല്ലെ പോണതന്നെ ഞങ്ങൾ ഇത്ര ധൃതി പിടിച്ച് രാവിലെ പോണത് അപ്പൊ രാവിലെ 5 മണിന്റെ ഫ്ലൈറ്റ് എടുക്കാൻ കാരണം അവിടെ അടുത്ത അമ്പലത്തിൽ ഒരു സപ്താഹം നടക്കുന്നുണ്ട്. അപ്പൊ അമ്മ അവസാനത്തെ ദിവസമെങ്കിലും അതിലൊന്ന് പങ്കെടുക്കാൻ എത്താൻ പറ്റുമോ എന്നുള്ളത്. കാരണം ഈ ഇവന്റ് ഇങ്ങനെ വന്ന കാരണം മുന്നേ പോകാൻ നോക്കില്ലാതെ. അപ്പൊ ഇവന്റ് കഴിഞ്ഞ് പിന്നെ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലൈറ്റ് നോക്കുന്നത് പിറ്റേ ദിവസം രാവിലെ 5 മണിക്കാണ്. കട്ടുകെട്ടാണ്. അതും ഞങ്ങൾ കൊച്ചിക്ക് എടുത്തത്, കാരണം കോഴിക്കോട്ടേക്ക് വൈകുന്നേരം ഫ്ലൈറ്റ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കൊച്ചിക്ക് എടുത്തിട്ട് ഞങ്ങൾ ഒരു പറക്കല് പറക്കും. സപ്താഹമൊക്കെ കഴിയുന്നതോടുകൂടി ഞങ്ങൾ എത്തും. അപ്പൊ പാതിരാത്രി തകൃതിയായ പാക്കിങ് നടക്കുന്നതിന്റെ ഇടയിൽ കുറച്ച് ഡ്രസ്സ് ഞാനിങ്ങനെ എന്താ പറയുക പൊട്ടിക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്ത സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഡെലിവറി ആയിട്ട് ഇങ്ങനെ കിടക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് നാട്ടിലേക്ക് എടുക്കണം. അപ്പോഴാണ് ഞാൻ ആലോചിച്ച് നിങ്ങൾക്കും കൂടെ അത് കാണിച്ചു തന്നിട്ട് എന്നാൽ പിന്നെ അങ്ങോട്ട് എടുത്ത് വെക്കാം എന്നുള്ളത്. എല്ലാതും നല്ല കിടിലൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച അടിപൊളി ഡ്രസ്സുകളാണ്. കാരണം നാട്ടിൽ പോകുമ്പോൾ നമുക്ക് നല്ല ഡ്രസ്സുകളൊക്കെ ആവശ്യമുണ്ടാവും. പലതരം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ചൊരു ഫംഗ്ഷന്, അത്യാവശ്യം ഒരു ബർത്ത്ഡേ ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാൻ പറ്റുന്ന അങ്ങനെ മിക്സ് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുള്ള നല്ല കിടിലൻ ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പം അതിൽ ഇത് ഞാൻ ആമസോണിൽ നിന്ന് എടുത്തിട്ടുള്ള ഡ്രസ്സാണ്. നല്ല നല്ല ഭംഗിയുള്ള ഡ്രസ്സല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് സമ്മറിൻ്റെ ആണ്, നല്ല കോട്ടൺ ആണ്, ഫുൾ സെറ്റാണ് കേട്ടോ. ദുപ്പട്ട ഉണ്ട്, അതുപോലെ തന്നെ ഒരു ടോപ്പും വിത്ത് പാൻറ്റ്. ഇവിടെ ഒരു ലേസ് വർക്കൊക്കെ കണ്ടോ, ഈ ഒരു കഴുത്തിൻ്റെ അവിടെ മാത്രം ഒരു ലേസിൻ്റെ വർക്ക്. അതുപോലെ കയ്യെ ഒരു നോർമൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ തീമിൽ വരുന്ന സമ്മറിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ്. ടീച്ചേഴ്സിനും ഓഫീസിലേക്കും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. അടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണ് കേട്ടോ. പൗഡർ ബ്ലൂ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര ബ്യൂട്ടിഫുൾ. ഈ ലൈറ്റിൽ ഇത് എത്രത്തോളം വേറെ കളറാവുണ്ടെന്ന് എനിക്കറിയില്ല. കിടിലൻ ഒരു ഫ്രോക്ക്, നല്ല രസമുണ്ട്. ആർക്കെങ്കിലും ട്രിപ്പൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ്. ഇതിന്റെ കളറിന്റെ ഭംഗി കൊണ്ടാണ് ഞാൻ വാങ്ങിയത്. ഫ്രില്ലുള്ള ഉടുപ്പ് പോലത്തെ ഡ്രസ്സ്, വേറെ ഒന്നുമില്ല കേട്ടോ, സിമ്പിൾ. ഇതിന്റെ സ്ലീവ്സും അതായത് കയ്യിന് വണ്ണുള്ളവർക്ക് പറ്റിയിട്ടുള്ള സ്ലീവ്സ് ആണ്, ഒരു അംബ്രല്ല സ്ലീവ്സ് പോലെ കണ്ടോ. ഇതും ഒരു സിമ്പിൾ കുർത്തിയാണ്, സോച്ചിന്റെ കുർത്തിയാണ് കേട്ടോ. വളരെ അടിപൊളി തുണിയാണ്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള തുണി. പിന്നെ ഈ ഒരു നെക്കിന്റെ അവിടെ മാത്രമാണ് ഒരു ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ്, നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഒരു ഗ്രീൻ. അതേപോലെ തന്നെ അതിൽ പിങ്ക് ഫ്ലോറലൊക്കെ ഫ്ലവറൊക്കെ വെച്ചിട്ടുള്ള ഇവിടെ ഒരു എംബ്രോയിഡറി വർക്ക്. അത്രേ ഉള്ളൂ, വേറെ ഒന്നും. കുറച്ച് ഗ്രാൻഡ് ആയ കുർത്തി ആയിക്കോട്ടെ വിചാരിച്ചു. ഫുൾ ഹെവി വർക്ക് എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ആ ഒരു പാറ്റേൺ തന്നെ ഒരു ചിക്കൻ കാരി പാറ്റേൺ പോലെ. പിന്നെ നല്ല ആ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു അടിപൊളി ബ്ലൂ, ഒരു റോയൽ ബ്ലൂ എന്നൊക്കെ പറയാം. ഈ ഒരു കളർ എപ്പോഴും പാർട്ടി വെയറിന് ഭയങ്കര ഭംഗി. ഒരു നൈറ്റ് ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു ഗ്ലിറ്ററിങ് പോലെ ഫീൽ ചെയ്യേണ്ടത്. മിറർ വർക്ക് അല്ല, ചെറിയൊരു സീക്വൻസ് വരുന്ന കാരണം അതിങ്ങനെ ഒരു ഗ്ലിറ്ററിങ് ഫീല് വരുന്നതാണ് കേട്ടോ. പക്ഷെ നമുക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇടാം. ഒരു ബാഗ്, ഇത് സൂക്കിൻ്റെ ബാഗാണ് കേട്ടോ. നമുക്കിപ്പോൾ ലാപ്ടോപ്പൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കുറേ പേരായി പറയുന്നു സൂക്കിൻ്റെ ബാഗിൻ്റെ ഒരു ഫുൾ റിവ്യൂ ഇടാൻ പറ്റുമോ എന്നുള്ളത്. ഓഫീസ് ബാഗാണ് ഇത് ശരിക്കും പറഞ്ഞത്. ഇത് 2 സെക്ഷൻ ഉണ്ട്. ഒരു സെക്ഷനിൽ നമുക്ക് ലാപ്ടോപ്പ് വെക്കാം, മറ്റേ സെക്ഷനിൽ നമ്മുടെ ടിഫിനും കാര്യങ്ങളൊക്കെ വെക്കാം, അല്ലെങ്കിൽ ടീച്ചേഴ്സിനാണെങ്കിലും ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല വലിയ ബാഗ് കേട്ടോ. അടിപൊളി ബാഗാണ്, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. പിന്നെ അതിൻ്റെ ഡിസൈൻ ആണെങ്കിലും നോക്കി എന്ത് രസം. പിന്നെ കളറും നല്ല ഭംഗിയില്ല, ഒരു ക്ലാസ് കളറല്ലേ, അതായത് ഒരു പാറ്റേണും ഒരു പ്രിന്റഡ് പാറ്റേണും ഭയങ്കര ഭംഗിയാണ്. അപ്പൊ ഇത് എന്തായാലും ഒന്ന് വാങ്ങിച്ചു വെക്കുന്നത് നിങ്ങൾക്ക് ഭയങ്കര നല്ലതാണ് കേട്ടോ. 1 2 3 സിബാണ്. അപ്പൊ പിന്നെ കുട്ടികളൊക്കെ ഉള്ളവർക്കും അടിപൊളിയാണ്. കാരണം കുട്ടികളുള്ളവർക്ക് അവരുടെ 2-3 എക്സ്ട്രാ ഡ്രസ്സ്, പാൽക്കുപ്പി, അത് ഇത് വാട്ടർ ബോട്ടിൽ, അപ്പൊ അത്രയും വേണമെങ്കിൽ എന്നാൽ കാണുമ്പോൾ ഒരു നല്ല കിടിലൻ ബാഗായിട്ട് തോന്നണം എന്നുണ്ടെങ്കിൽ പറ്റിയതാണ്. അപ്പോൾ എല്ലാതും ആമസോണിലാണ്. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ബാഗുകളൊക്കെ ആയിരിക്കും ഞാൻ മിക്കവാറും നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്നുണ്ടാവുക. ഈ ഡ്രസ്സുകളൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. ഈ ഡ്രസ്സ് ഇനിയിപ്പോൾ നാളെ തിരുമ്പിയിട്ട് എടുത്ത് വെക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു, നല്ല സുഖം ഇടുമ്പോൾ.
ഗുഡ് മോർണിംഗ്. സോ നെക്സ്റ്റ് ഡേ ആയി. നമ്മൾ ഇന്ന് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ അമ്പലത്തിൽ കലശവും ഇതൊക്കെ ആയിട്ട് ഭയങ്കര പ്രോഗ്രാമാണ്. ചെണ്ടമേളവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നും അതെ, ഇന്ന് ഫുൾ ഡേ പ്രോഗ്രാമാണ്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത്, ഭക്ഷണമുണ്ട്, ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്, ലഞ്ചും ഉണ്ട്, ഡിന്നറും ഉണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അധിക സമയം നമുക്ക് ഇരിക്കാനും പറ്റില്ല. കാരണം ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ 2 മണിയാകുമ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. വിത്ത് നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ ഇറങ്ങണം. സോ ബാക്കി പാക്കിങ്ങും കാര്യങ്ങളും കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നുള്ളൂ, പോന്നു. അപ്പം നമ്മളിതേ പോണതിൻ്റെ മുന്നേ നാട്ടിലേക്കുള്ള സ്വീറ്റ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. എപ്പോഴും നമ്മൾ പോകുന്ന ആ ഒരു ദിവസമാണ് മാക്സിമം വാങ്ങിക്കുക. കാരണം ഇങ്ങനത്തെ സ്വീറ്റ്സൊക്കെ മാക്സിമം ഇരിക്കുക 4-5 ദിവസമായിരിക്കും കേട്ടോ. അതിൽ തന്നെ ഈ കാജുവിൻ്റെയൊക്കെയാണ് അങ്ങനെ ഇരിക്കുന്നത്. അതല്ലാതെ ശരിക്കുള്ള ബംഗാളി സ്വീറ്റ്സ്, അതുപോലെ ഇങ്ങനത്തെ എന്താ പറയുക പാലിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതുണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ അത് 1 മണിക്കൂർ കൂടുതൽ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തിരിക്കാത്ത കാരണം നമുക്ക് അതൊന്നും ഒരിക്കലും നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു സംഭവം ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 6-7 ബോക്സ് ഇങ്ങനെ കുട്ടി ബോക്സ് എല്ലാവർക്കും കൊടുക്കാനുള്ളത് ഇതേ വാങ്ങിച്ചു പോവാണ് കേട്ടോ. പാക്കിങ്ങിന്റെ അവസാന ഘട്ടത്തിലാണ് കേട്ടോ. നമ്മുടെ ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് ഇങ്ങനത്തെ സാധനങ്ങളാണ്. അതായത് നമ്മുടെ കമ്മല്, മാല, ഇതൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണല്ലോ നമ്മളിരിക്കുന്നത്. അപ്പോൾ അത് നാട്ടിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കുട്ടി പെട്ടികൾ, ഇതിൽ ഫുള്ള് കമ്മല്, ഇതില് മാല, അധികമൊന്നും കൊടുക്കണില്ല. ഇപ്രാവശ്യം ഞാൻ വളരെ കുറച്ച് എടുക്കണുള്ളൂ. എന്നാലും എന്നാലും കുറച്ച് തന്നെ എടുക്കണുള്ളൂ. ഈ സ്ട്രെയിറ്റ്നർ പിന്നെ ഞാൻ എപ്പോഴും എടുക്കും. ഇതില്ലാത്തൊരു പരിപാടിയില്ല. ഇതിന്റെ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം ഷോർട്സിൽ കാണിച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ മെയിനായിട്ട് എനിക്ക് എന്താ വെച്ചാൽ ഈ ഷാമ്പൂ, ഞാൻ എപ്പോഴും എൻ്റെ ഷാമ്പൂവും കണ്ടീഷണറും അത് എവിടെ പോകുമ്പോഴും ഞാൻ കൊണ്ടുപോകും. നാട്ടിലാണെങ്കിൽ കുറച്ച് അധികം ദിവസം ഉണ്ട്. അപ്പോൾ 3 വീക്സ് ഒന്നും എൻ്റെ ഷാമ്പൂ കണ്ടീഷണറും ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ഹെയർ വേറെ ലെവലാവും. അപ്പോൾ എപ്പോഴും നമ്മൾ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കവറിൽ, സിപ്പ് ലോക്ക് കവറിൽ ഇടും. അത് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ധരംഷേട്ടനെ കൊണ്ട് ഞാൻ എല്ലാതും ഇങ്ങനെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കും. കാരണം ഇത് ഡ്രസ്സിൻ്റെ ഉള്ളിലിടേണ്ടത്, നമുക്ക് കൈ പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പുതിയ ഡ്രസ്സുകളും ഒക്കെ നാശാവാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും റിസ്ക് എടുക്കാറില്ല. ആക്ച്വലി ഇതൊന്നും അങ്ങനെ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ ഇട്ടാൽ തന്നെ മതി. പക്ഷെ ഞാൻ റിസ്ക് എടുക്കാറില്ല. എല്ലാം എൻ്റെ ഡ്രസ്സുകളാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം ഓയില്, ഷാമ്പൂ, കണ്ടീഷണർ, ഇത് 3ഉം ഒരു സിപ്പ് ലോക്കിലാക്കും. പിന്നെ സ്കിൻ കെയർ, മോയ്സ്ചറൈസർ, സിറം, പിന്നെന്താ സൺസ്ക്രീൻ, ഇതൊക്കെ വേറൊരു ഇതിലാക്കും, സിപ്പ് ലോക്കിലാക്കും. അങ്ങനെ സെപ്പറേറ്റ് വയ്ക്കുക. അപ്പോൾ നമുക്ക് എടുക്കാനും കുറച്ചും കൂടെ എളുപ്പമാണ്. പക്ഷെ അവിടെ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ പിന്നെ അച്ഛനെ കൊണ്ടാണ് ചെയ്യിക്കുക. അച്ഛൻ്റെ പണിയാണ് സെല്ലോ ടേപ്പ്. 2-3 ദിവസത്തെ ട്രിപ്പ് ഗോവയ്ക്കൊന്നും ഞാൻ കൊണ്ടുപോയില്ല. കാരണം 3 ദിവസമല്ലേ ഉള്ളൂ. അപ്പം 3 ദിവസം തലയിൽ ഇത് തേക്കാതിരുന്നാലും വലിയ കുഴപ്പമില്ല. ഇതിപ്പോൾ എന്താ വെച്ചാൽ 10-20 ദിവസം ഉണ്ട്. അപ്പോൾ 20 ദിവസമൊക്കെ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അതൊക്കെ സ്ഥിരമായിട്ട് കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ ഇത് കഴിഞ്ഞു. അപ്പോൾ പെട്ടി ഫൈനൽ പാക്കിങ്ങിലാണ്. വാങ്ങിച്ചു കൊണ്ടുവന്ന സ്വീറ്റ്സും കൂടി ഇനി വെക്കാനുള്ളൂ. ഇന്നലെ രാത്രി ശരിക്കും പറഞ്ഞാൽ ഒരു 12:45 വരെ പാക്ക് ചെയ്തു കേട്ടോ. പണ്ടൊക്കെ ഞാൻ എപ്പോഴും 1 വീക്ക് നാട്ടിൽ പോകുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഒരാഴ്ച മുന്നേ തന്നെ ഞാൻ പാക്ക് ചെയ്ത് വെക്കും. ഇപ്പോൾ പോയി ഞാൻ അന്ന് രാവിലെ പാക്ക് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. സമയത്തിൻ്റെ ഒരു പരിമിതി എന്ന് പറയുക, എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പം എനിക്ക് തീരെ അങ്ങനെ പറ്റാറില്ല. മാക്സിമം ഒരു ദിവസം മുന്നേ പറ്റുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കാണില്ല. ഇത് ഞാൻ പകുതി റെഡിയായി, പകുതി പറഞ്ഞാൽ ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ഹെയർ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ താഴെയുള്ള പാർലറിൽ പോവാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഡ്രസ്സ്. നല്ല ഭംഗിയല്ലേ ഇത്. ലെക്സ് ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാ പേജുണ്ട്. ഞാൻ അവരുടെ പേജ് ഞാൻ എന്തായാലും കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നന്നായി ചെയ്തത്. എനിക്ക് പറഞ്ഞ 2-3 ദിവസത്തിൽ പെട്ടെന്ന് ചെയ്തു തന്നതാണ്. ഇതൊരു 2 തരത്തിൽ ഉപയോഗിക്കാം. അതായത് ഗൗണായിട്ടും ഇതിനൊരു ദുപ്പട്ട ഉണ്ട്, ഒരു റെഡ് ഇതേ വർക്കൊക്കെ വെച്ചിട്ടുള്ള കിഡിലെന്നൊരു ദുപ്പട്ട. അപ്പം ഞാൻ വിചാരിച്ചു അത് 2 തരത്തിൽ ഉപയോഗിക്കാം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ എടുത്തത്. പക്ക വെസ്റ്റേൺ ആകുമ്പോൾ നാട്ടിൽ പോയാൽ പിന്നെ അത് പ്രത്യേകിച്ച് യൂസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് പാൻറ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് വെറും ഇങ്ങനത്തെ ഒരു ഗൗൺ പോലെ പ്ലസ് അതിൻ്റെ ദുപ്പട്ടയാണ്. പക്ഷെ ഞാൻ ഈ ഒരു ഇവന്റ് ആയതുകൊണ്ട് ഞാൻ ദുപ്പട്ട ഇടുന്നില്ല. പക്ക ട്രഡീഷണലിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ദുപ്പട്ട ഇടുന്നില്ല കേട്ടോ. നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇത് എല്ലാ കളറിലും അവർ കസ്റ്റമൈസ് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത്. ഞാൻ ബ്ലാക്ക് മതി, ഒരു ഈവനിങ് നൈറ്റ് പാർട്ടി അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു ബ്ലാക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കയ്യിലും അതേ ഫുള്ള് ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഹാൻഡ് വർക്കാണ്.
അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഇതിനൊരു വലിയ കമ്മലും കൂടി ഇടണം. ഈ മാല ഞാൻ ചിലപ്പോൾ അഴിച്ചു വെക്കും. വെറും ഇതേപോലത്തെ ഒരു കമ്മലുണ്ട്, അപ്പോൾ അതും കൂടെ ഇടണം. പക്ഷെ അതിപ്പോൾ ഇടാൻ പറ്റില്ല, കാരണം ഹെയർ സെറ്റ് ചെയ്യണ്ടേ. അപ്പോൾ പിന്നെ കഴുകണം. മൊത്തം മേക്കപ്പ് ചെയ്തിട്ട് ഹെയർ സെറ്റ് ചെയ്യാം. പറഞ്ഞാൽ ഹെയർ സെറ്റ് ചെയ്തിട്ട് ഇത് മുകളിൽ കൂടെ ഇങ്ങനെ ഇടുമ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത്. അപ്പോൾ ഇന്നലെ നെയിൽസ് ചെയ്ത അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്ന് ഹെയർ എനിക്ക് ജിതിൻ ഹെയർ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ താഴെ തന്നെ ആയ കാരണം നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ ഇതൊരു മലയാളിയുടെ സലൂണും കൂടെ ആണ്. അപ്പോൾ ഇപ്പോൾ അടുത്ത് തുറന്നതാട്ടോ, ന്യൂലി ഇത് തുറന്നിട്ടുള്ളതാണ്. അപ്പോൾ നെയിൽസ് നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം മേക്കപ്പ് ഫുള്ള് ഞാൻ തന്നെയാണ് ചെയ്തത്, കാരണം എനിക്ക് മേക്കപ്പ് എപ്പോഴും ഞാൻ ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടാണ് ചെയ്തത്. പ്രത്യേകിച്ച് ചെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല, ഞാൻ അത്ര നന്നായി മേക്കപ്പ് ചെയ്യുന്ന ആളൊന്നല്ല. പക്ഷേ ഹെയർ എനിക്ക് എന്തായാലും ഒരു നല്ല ആൾ, ആ വോള്യൂം തോന്നിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, നമ്മളാകുമ്പോൾ സ്ട്രെയിറ്റൻ ചെയ്ത ഹെയറല്ലേ, അപ്പോൾ ഒരു വോള്യൂം തോന്നിക്കാൻ വേണ്ടി ഒന്ന് സെറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. എന്തായാലും ഇവൻറ്റിന് പോകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരു ഹെയറും അതുപോലെ ഈ ഡ്രസ്സും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഹെയറും നെയിൽസും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമായി. ഇനി നിങ്ങളും കൂടെ പറയൂ എങ്ങനെയുണ്ട് എന്നുള്ള. വളരെ സിമ്പിളായിട്ട്, ഞാൻ ഭയങ്കര അടിപൊളി അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. വളരെ സിമ്പിൾ. ഈ ഹെയറിൽ തന്നെ ലുക്ക് മാറി, ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ്. പക്ഷേ ഹെയർ ചെയ്തപ്പോൾ തന്നെ ലുക്ക് ഫുള്ള് മാറിയ പോലൊരു ഫീൽ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ വീട്ടിലെത്തിയതേ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. ഇനി നമ്മൾ ഓല ബുക്ക് ചെയ്യാൻ പോവാണ്, കാരണം നമുക്ക് കാറെടുത്ത് പോകാൻ പറ്റില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ എയർപോർട്ടിലേക്കായിരിക്കും, പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ബാക്കി ഇവൻറ്റിൻ്റെ വിശേഷങ്ങളും നമ്മൾ നാട്ടിലെത്തുന്ന വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ എടുക്കുന്നതായിരിക്കും എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് ഇന്നെൻ്റെ ലുക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഉറക്കം വന്നിട്ടുള്ള ഒറ്റ പ്രശ്നമുള്ളൂ, തളരണോ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഇന്നത്തെ ഇവൻറ്റ് കഴിയണവരെ ഇരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ സമയം രാത്രി മുഴുവനുണ്ടല്ലോ. അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ.